ബെന്യാമിന്റെ ആടുജീവിതം അതിന്റെ നിങ്ങള് തന്ന ഈ ഭാഗങ്ങള് നമുക്കൊന്ന് നോക്കിയാലോ? ആ നോക്കാം. ഗൾഫ് സ്വപ്നം കണ്ടുപോയ നജീബ്, അദ്ദേഹത്തിന്റെ യഥാർത്ഥ കഥയാണല്ലോ ഇത്. അതെ അതെ. പ്രത്യേകിച്ച് ആമുഖവും പിന്നെ ആദ്യത്തെ കുറച്ച് അധ്യായങ്ങളും. അപ്പോ ആ അനുഭവങ്ങളുടെ ഒരു തീവ്രത, അതിന്റെ ഒരു തുടക്കം, അതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതല്ലേ? ശരിയാണ്. എന്താണ് ശരിക്കും അവിടെ നടക്കുന്നത്? അതെ. അപ്പോ ശരി, നമുക്കിതിലേക്കൊന്ന് കടക്കാം. നിങ്ങൾ തന്ന ഈ ഭാഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഗ്രീൻ ബുക്സ് ആണല്ലോ ഇത് പബ്ലിഷ് ചെയ്തത്. ഇതിന്റെ ആമുഖത്തിൽ തന്നെ ഒരു മുന്നറിയിപ്പ് പോലെ പറയുന്നുണ്ട് അല്ലേ? ഗൾഫ് എന്ന് കേൾക്കുമ്പോഴുള്ള ആ ഒരു തിളക്കം അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. ചിലർക്കതൊരു എന്താ പറയാ വലിയൊരു ദുരിതമാവാം എന്ന് ബെന്യാമിൻ തുടക്കത്തിലേ പറയുന്നുണ്ട്. ശരിയാണ്. ആ പ്രതീക്ഷകളാണ് ശരിക്കും വലിയൊരു കാര്യം. എല്ലാരും അതുകൊണ്ടാണല്ലോ പോകുന്നത്. അതെ, വലിയ സ്വപ്നങ്ങളുമായിട്ട്. സ്വപ്നങ്ങളാണ് ആദ്യത്തെ അധ്യായങ്ങളിൽ തന്നെ ഏതാണ്ട് തകരുന്നത് നമ്മൾ കാണുന്നത്, അല്ലേ? തകരുന്നതെന്ന് പറഞ്ഞാൽ പോരാ. നല്ല ജോലി, നല്ല ശമ്പളം, അതൊക്കെ മനസ്സിൽ കണ്ട് സൗദിയിലെത്തുന്ന നജീബും കൂടെ ഹക്കീമും അവരെ എയർപോർട്ടിൽ നിന്ന് അർബാബ് എന്ന് വിളിക്കുന്ന ആള് കൂട്ടിക്കൊണ്ടുപോകുന്നു. പക്ഷെ ആ പോക്ക് എങ്ങോട്ടാ? അതന്നെ, വാഗ്ദാനം ചെയ്ത സ്ഥലത്തേക്കല്ല. നേരെ പോകുന്നത് വിജനമായ, ഒരു രക്ഷയുമില്ലാത്ത ഒരു മരുഭൂമിയിലേക്ക്, ഒരു മസറയിലേക്ക്. മസ്ര അഥവാ ഫാം. അതെ, ഒരു ഫാമിലേക്ക്. അവിടെയാണ് ശരിക്കും കഥയുടെ ഒരു ടേണിംഗ് പോയിന്റ്. മനുഷ്യവാസമില്ലാത്തൊരിടം. ആടുകളെയും ഒട്ടകങ്ങളെയും നോക്കാൻ വേണ്ടി മാത്രം അവരെ അവിടെ കൊണ്ടുപോയി ഇടുകയാണ്. സ്വപ്നം അവിടെ തീർന്നു. പിന്നെ തുടങ്ങുന്നത് യാഥാർത്ഥ്യത്തിന്റെ ഒരു ഭീകരമുഖമാണ്. ആ യാഥാർത്ഥ്യം വിവരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വാക്കുകൾ കിട്ടില്ല, ഭാഷ അറിയില്ല, പുറം ലോകമായ ഒരു ബന്ധവുമില്ല, ഒന്നുമില്ല. പിന്നെ അടിസ്ഥാന സൗകര്യം എന്ന് പറയാൻ പോലും ഒന്നുമില്ലാത്ത അവസ്ഥ. മൃഗങ്ങളെ പോലെ ജീവിക്കേണ്ടി വരുന്നു. വെള്ളം പോലും ശരിക്ക് കിട്ടാത്ത അവസ്ഥ. അതെ, കുടിക്കാൻ വെള്ളമില്ല. ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു... വെള്ളം മാത്രമല്ലല്ലോ പ്രശ്നം, ഭക്ഷണം എന്താണ്? മിക്കവാറും ഉണങ്ങിയ കുബൂസ് മാത്രം. നല്ല വൃത്തിയുള്ള ഒരു ഡ്രസ്സില്ല, താമസിക്കാൻ നല്ലൊരിടമില്ല. ഇതിനെല്ലാം അപ്പുറം ഒരു മനുഷ്യനാണ് എന്ന പരിഗണന, അത് കിട്ടുന്നില്ല. അതാണ് ഏറ്റവും വലുത്. അവിടെയാണ് ഈ ആടുജീവിതം എന്ന പേര് ശരിക്കും അർത്ഥവത്താകുന്നത്. മൃഗങ്ങളുടെ കൂടെ മൃഗമായിട്ട് ജീവിക്കേണ്ടി വരിക. അതിലെന്നെ ഏറ്റവും കൂടുതൽ പിടിച്ചുലച്ചൊരു ഭാഗം ഈ നജീബിന് സ്വന്തം ശരീരത്തിന്റെ മണം നഷ്ടപ്പെടുന്നു. അതെ. എന്നിട്ട് ആടുകളുടെ മണം വന്നു തുടങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. അതൊരു ശാരീരിക മാറ്റം എന്നതിനേക്കാൾ എന്താ പറയാ, ആ മനുഷ്യനെന്ന് ഒരു അസ്തിത്വം പതിയെ മാഞ്ഞു പോവുകയാണോ, അല്ലെങ്കിൽ ആ ചുറ്റുപാട് അത്രയ്ക്ക് അയാളെ മാറ്റിയോ? തീർച്ചയായും അതൊരു ഭയങ്കര പോയിന്റാണ്. ഒരു വശത്ത് ഒറ്റപ്പെടൽ, വീടിനെക്കുറിച്ചുള്ള ഓർമ്മ, ഭാര്യ സൈനുവിനെക്കുറിച്ചുള്ള ഓർമ്മ. മറുവശത്തെ ഈ അർബാബിന്റെ ക്രൂരത. അതെ, അയാളുടെ പീഡനങ്ങൾ, രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഒന്നും പറയാൻ പറ്റില്ല. മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ, അവന്റെ വ്യക്തിത്വം, അവന്റെ സ്വപ്നങ്ങൾ എല്ലാം അവിടെ ചവിട്ടി അരയ്ക്കപ്പെടുകയാണ്. ആ ഒരു നിസ്സഹായത, അതാണ് ആ ഭാഗങ്ങൾ നമ്മളോട് പറയുന്നത്. അപ്പോ വലിയ സ്വപ്നങ്ങളുമായി കടൽ കടന്നൊരാൾക്ക് തുടക്കത്തിൽ തന്നെ കിട്ടുന്നത് സ്വന്തം മനുഷ്യത്വം തന്നെ ഇല്ലാതാവുന്ന അത്രയും കഠിനമായ അനുഭവങ്ങളാണ്. ശരിയാണ്. ആ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു വലിയ ഗ്യാപ്പ് അവിടെയുണ്ട്. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും മനസ്സിൽ. എന്താണത്? അതായത്, മനുഷ്യനെ എത്രത്തോളം സഹിക്കാൻ പറ്റും? പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള നമ്മുടെ കഴിവിന് ഒരു പരിധിയുണ്ടോ? ശരിയാണ്. സ്വന്തം ഐഡന്റിറ്റി വരെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. അവിടെ നിന്ന് ഒരാൾക്ക് എങ്ങനെ മുന്നോട്ടു പോകാൻ പറ്റും? അതെ. ഈ നോവലിന്റെ തുടക്കം തന്നെ അങ്ങനെ ഒരു വലിയ ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. അതൊന്ന് ആലോചിക്കാൻ വിട്ടുകൊണ്ട് നമുക്കിവിടെ നിർത്താം.